ഹലോ വെൽക്കം ടു ഷാലു സോമി ടീച്ചിങ്. ഷാലു സോമി ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ഒന്നുമല്ല, ഒരു ചെറിയ വർക്കാണ്. അതായത് ലക്ഷ്യം ഇന്ന് രാവിലെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കൊരു ഫ്ലാഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടൊരു ഫ്ലാഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ടൊരു ഫ്ലാഗ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി അത് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലാഗ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പരിപാടി തുടങ്ങാണ്. ആദ്യം 2 A4 ഷീറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൽ ഒരു ഷീറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ടൊരു 12 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് 12 ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു 18 എടുക്കാം കേട്ടോ. 15. ഓക്കെ, ഒരു 18 സെന്റിമീറ്റർ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇത് കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവെടുത്തൊക്കെ ചെയ്യണം. ഓക്കെ, 18 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 12 സെന്റിമീറ്റർ വീതിയും 18 സെന്റിമീറ്റർ നീളവുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇനി 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം എങ്ങനെ എടുക്കാം? നമുക്ക് 12നെ നമ്മൾ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്ന് 4 സെന്റിമീറ്റർ വരണം. ഓക്കെ, 4 × 3 അല്ലേ 12, അതുകൊണ്ട് കേട്ടോ 4 എടുത്തേ. ഓക്കെ, 4 സെന്റിമീറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇങ്ങോട്ടൊന്ന് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലാഗിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ഫ്ലാഗിൻ്റെ മുകളിൽ ഓറഞ്ച് നിറമാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ ഓറഞ്ച് നിറം ഒന്ന് കൊടുക്കാം. ഓക്കെ, കുറച്ചധികം സമയം വേണം കേട്ടോ അത് കൊടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് കൊടുക്കാം. നമുക്കറിയാം ഇന്ത്യൻ ഫ്ലാഗ് ഓറഞ്ച് ആണ് മുകളിൽ, അതുപോലെ സെൻട്രലിൽ വൈറ്റ്, അതിലൊരു അശോക ചക്രമുണ്ട്, 24 അരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ ഗ്രീനുമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ, കളർ മാറിപ്പോകരുത്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും മുകളിൽ ഗ്രീൻ ആണോ ഓറഞ്ച് ആണോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇത് നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കണേ. ഞാനിത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിനേക്കാളേ കുറച്ചുകൂടെ വലിയ മാർക്കർ യൂസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ മാർക്കർ ഇല്ല, മാർക്കർ ഗ്രീൻ കളറേ ഉള്ളൂ, ഓറഞ്ച് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഓറഞ്ച് യൂസ് ചെയ്യുക, ഓറഞ്ച് സ്കെച്ച് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഒക്കെ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് കഴിയുന്നൊക്കെ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കൂടെ സാവധാനം പെട്ടെന്ന് വൃത്തിയിലൊക്കെ കളർ കൊടുത്തിട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ പെർഫെക്ഷൻ കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ വൈറ്റൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ കണ്ട ബോറായി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഫില്ലാക്കിയിട്ട് ഈ ഒരു ഓറഞ്ച് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ കളർ നമുക്ക് താഴെ കൊടുക്കാം. അടുത്തത് ഗ്രീനിൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, മാർക്കറും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കെച്ചും ഉണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാർക്കർ യൂസ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂടുതൽ പെട്ടെന്ന് കഴിയും. കണ്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്കെച്ച് തന്നെ എടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ ചെറിയ സ്കെച്ച് എടുത്തത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒന്നായിട്ട് പരന്ന് ബോറായി പോവേ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാൻ കഴിയത്തുള്ളൂ.
ഇനി ഇതിൻ്റെ എല്ലാ സൈഡൊക്കെ നമുക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. സ്കെച്ച് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴേ ഈ സൈഡൊക്കെ ഒന്ന് ക്ലിയറിൽ കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് പെട്ടെന്ന് ചെയ്യാനുള്ളതായതുകൊണ്ടാണ്, അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. നിങ്ങളത് സാവധാനം ഇരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ പ്രൊഫഷണൽ ചെയ്യണം, ഒന്നുകൂടെ ഒക്കെ വൃത്തിയിലൊക്കെ കൊടുക്കണേ. അയ്യോ, ഇത് സ്കെച്ച് രണ്ടും രണ്ട് കളറായിട്ടിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ അശോക ചക്രം എന്ന് പറയുന്നത്. നമ്മുടെ അശോക ചക്രത്തിൻ്റെ അരക്കാലുകൾ 24 അത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം, മാറിപ്പോവരുത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് നമ്മളെടുത്ത 18 അല്ലേ, അവൻ 9 സെൻട്രൽ ഏകദേശം കേട്ടോ. 9 എടുത്തിട്ട് ഇതാ ഇവിടെ വരും. ഈ ഒരു സെൻറ്റർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന്, ഞാൻ ജസ്റ്റ് കൈ കൊണ്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. കാരണം ഇതിനായിട്ട് നമ്മൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്താൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ ഒരു റൗണ്ട് ആക്കിയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കളർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ ഇതിനൊന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്കെച്ച് കൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇതിന് വയലറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഇത് റിയലി ഇത് നേവി ബ്ലൂ ആണ്, പക്ഷെ നേവി ബ്ലൂ കളർ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മളിതിന് അരക്കാലുകൾ വരച്ചു കൊടുക്കണം. ഈ ഒരു സ്കൈല് പരക്കുന്നുണ്ട് കേട്ടോ. ഇത് 24 എണ്ണം വരക്കണേ, അത് തെറ്റി പോകരുത് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ ക്ലിയർ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, നമ്മൾ ഇനി ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി, മറ്റേ നമുക്ക് കളർ ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്താലേ കളർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ഏത് കട്ട് ചെയ്യുന്ന സംഭവം ആയാലും ഞാൻ ആദ്യം ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് എടുത്തുകൊണ്ട് നമുക്ക് ഇത്രയും പാർട്ട്, ഇങ്ങനെ ഒരു പാർട്ട് ഒരുപാടൊന്നും വെട്ടേണ്ടി വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സൈഡ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഏകദേശം ഒരു മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കാല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇതാ ഒരു സ്ട്രോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്ട്രോയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ കളറൊന്നും കിട്ടിയില്ല. അപ്പോൾ ശരിക്കും ഇത് വൈറ്റ് ആയാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഇത് വൈറ്റ് കളറിൽ തന്നെ വേണം. തൽക്കാലം ഞാൻ ഈ സ്ട്രോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഗം എടുത്തത് നമ്മുടെ പേപ്പർ സ്ട്രോ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പേപ്പർ സ്ട്രോയ്ക്ക് ഒരുപാട് പണിയാണ്, റിസ്ക് ആണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ തൽക്കാലം നമുക്കിത് ഈ ഒരു സ്ട്രോ വെച്ചിട്ട് നമുക്ക് സ്റ്റേപ്ലർ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ സ്ട്രോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ, ഇതിങ്ങനെ ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്ട്രോയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ സൈഡ് എടുക്കാം.
ഓക്കെ, ഞാൻ ഈ സ്ട്രോയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേപ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 അങ്ങനെ ഒരു 3 സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എന്താ ഫ്ലാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പേപ്പർ സ്ട്രോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈറ്റ് കളറിൽ നല്ല വൃത്തിയിൽ കൊടുക്കാം. അപ്പം ഞാൻ നിങ്ങൾക്കറിയില്ലേ, ഞാൻ കൈ കൊണ്ടൊക്കെയാണ് നമ്മുടെ അശോകചക്രം വരച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.